ഇത്രയും വലിയ ചെമ്പ് എന്തിനാന്നല്ലേ? അപ്പോൾ ഇന്നിവിടെ നബിദിനാണ്, റാലി വരും, നബിദിന പരിപാടിയാണ്. അപ്പോൾ അവർക്ക് പായസം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പായസം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുറേ പായസം ഉണ്ടാക്കണം. അപ്പം എൻ്റെ പായസം ഉണ്ടാക്കുന്നത് കാണണ്ടേ? അപ്പം എല്ലാവരും വരും. അപ്പോൾ അതാ ചെമ്പൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പുതിയ ചെമ്പാണ് കേട്ടത്. ഇതിൻ്റെ അടക്കം അപ്പോൾ ഇതിലാണ് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമ്മളെ വീടിൻ്റെ ബാക്കിലേ അടുക്കള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ആ സ്ഥലത്താണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ ഷീറ്റ് കെട്ടിയിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഒരു നീല കളർ. അപ്പോഴേ നമ്മൾ ചെമ്പൊക്കെ കഴുകി കൊണ്ടുവന്നുകാണ്ട് ഇതെവിടെയാണ് അടുപ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അടുപ്പത്ത് വെച്ചാണ് ഇവിടെ ഈ ഷീറ്റ് ഉണ്ടായതുകൊണ്ടേ ഒരു വീഡിയോ ഒരു ക്ലിയർ ഇല്ല. നമ്മൾ ചെമ്പ് അടുപ്പത്ത് വെച്ച് അരി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. നമുക്ക് വെള്ളം നമ്മൾ തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിയൊക്കെ ഇട്ട് കൊടുക്കട്ടെ നമുക്ക്. ഞാനപ്പോൾ അരി എടുക്കട്ടെ. പിന്നെ എന്നുവെച്ചൊരു കാര്യം അതെടുക്കും കൊണ്ട് കാണുന്നുണ്ടോ? അപ്പോൾ അതാ പയറും നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പയർ കൊടുക്കാം, ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിക്കാനേ പാടില്ല. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ വെള്ളം മാത്രം ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമ്മളിതൊന്ന് വെന്ത് വരുമ്പോഴാണ് നമ്മളിതിലേക്ക് നാളികേരപ്പാലുണ്ട്, പാലുണ്ട്, ശർക്കര ഉണ്ട്, എല്ലാം ഇതിലേക്ക് ഒഴിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കുഞ്ഞാണിയൊക്കെ ഇവിടെ ഉണ്ടാക്കി തന്നൊരു ചട്ടകാണ്. ചട്ടക ഇവിടെ അല്ലേന്നു ചെമ്പക്ക് പറ്റണത്, ചെറുതേന്നു. അപ്പോൾ കുഞ്ഞാണിയൊക്കെ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. ചട്ടക ഏതായാലും സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ട് ഇളക്കാൻ പറ്റുന്നുണ്ട്. പായസം ഏകദേശം വെന്തിട്ടുണ്ട്, ഉടഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം എന്നതിക്ക് പാൽപ്പൊടി അല്ല തേങ്ങാപ്പാൽ 2-ാം പാല് ഒഴിച്ചു കൊടുക്കട്ടോ. പിന്നെ അപ്പം അതാ 2-ാം പാല് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണേ കേട്ടോ. കാരണം അത് വെള്ളം ഇങ്ങനെ വറ്റി വരികയല്ലേ, അതിനനുസരിച്ച് നമുക്ക് പാൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ചക്കര വാരട്ടോ. ചക്കര വെള്ളം ഒഴിച്ചു കൊടുത്തു. മതിയോ? കുറച്ചും കൂടി ഇടല്ലേ? ഒക്കെ ഉണ്ടല്ലോ. പാലൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നാളികേരപ്പാൽ ഒഴിച്ചാൽ പിന്നെ നമ്മളെ പായസം തിളക്കരുത് എന്നാണ് കേട്ടോ പറയാ. അപ്പോൾ പിന്നെ തിളച്ചാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറയും. അപ്പം ഞാൻ സാധാരണ നാളികേരപ്പാൽ ഒഴിക്കുമ്പോൾ എന്താ പറയുക, ഇനി ഇതിലേക്ക് അണ്ടി മുന്തിരിയൊക്കെ വറുത്തിടണം. അത് ഇത് വാങ്ങി വെച്ചിട്ട് ചെയ്യാം. ഇത് ചട്ടം കൊണ്ട് എടുത്തിട്ടോ. അങ്ങനെ നമ്മളെ പായസം റെഡി ആക്കി കേട്ടോ മക്കളെ. ഇത് നെയ്യുണ്ടല്ലേ, കുറച്ച് ഇതിൽ ഒഴിച്ചു പാരല്ലേ. മുന്തിരി ഇട്ടോ. അങ്ങനെ നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. മുന്തിരിയും അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ഒക്കെ നെയ്യിൽ മൂപ്പിച്ച് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ മാഷാ അല്ലാഹ് ഈ പ്രാവശ്യം നബിദിനത്തിന് റാലി വരുമ്പോൾ കുട്ടികൾക്കും ഉസ്താദുമാർക്കും ഒക്കെ പായസം കൊടുക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അള്ളാഹു അത് സാധിപ്പിച്ച് തന്നു. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിമാരും കൂടിയിട്ടാണ് കേട്ടോ ഈ പായസം ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ 2 അനിയത്തിമാരും എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു രാവിലെ തന്നെ. അങ്ങനെ അവർ റാലി വന്നവർക്ക് പായസമൊക്കെ കൊടുത്തു. സത്യം പറയുകയാണെങ്കിൽ അവരെ റാലി വീഡിയോ എടുക്കാനോ ഒന്നും ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ജോലി ആയതുകൊണ്ട്, നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ജോലി ആയതുകൊണ്ട് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവർ പോയി. കുഞ്ഞാണിയാക്ക് അതാ തോട്ടിൽ തന്നെ പായസം വെച്ച് ചെമ്പ് കഴുകി മോറി നന്നാക്കി തരികയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ മുതലേ തുടങ്ങിയതായിരുന്നു. കുറച്ച് അങ്ങനെ ഇന്നത്തെ വീഡിയോകളെല്ലാവരും സപ്പോർട്ട് ചെയ്യും.